എന്താണെന്ന് മനസ്സിലാവും. ആപത്തിൽ ഒരു കൂട്ടുകാരനോ ഒരു സ്ഥലത്ത് പോയാലും ഒരാൾ ഇട്ടുണ്ട് വരില്ല. അതുപോലെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളത് കാണണം എല്ലാവരും. സൗഹൃദം എന്താണെന്ന് മനസ്സിലാവും. ഇത് അതുപോലെ തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് തന്നെ സിനിമാക്കാർ ഇവരല്ല. കാരണം ഇത് ചെറിയ രീതിയിൽ ചിത്രീകരിക്കാനും പറ്റൂല. അത് കാരണം ഇവര് നാലാമത് തന്നെ ആൾക്കാരാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ചിത്രീകരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ആൾക്കാരൊക്കെ ഇത് മനസ്സിലായിട്ടാണ് അവർക്ക് ചിത്രീകരിക്കാൻ പറ്റാതെ പോയത്. ഇത് അത്രയും വലിയ സെറ്റൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഭയങ്കര കോസ്റ്റ്ലി സംഭവമാണ്. ഒരുപാട് കാശൊക്കെ മുടക്കിയിട്ടുള്ള സംഭവമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ അതെല്ലാം സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞോ? എല്ലാം ഉണ്ട്, സ്ക്രീനിൽ എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾ ഒരുമിച്ചാ പോയത്. ഞങ്ങൾ മഞ്ഞുമ പോയത് ചെറുപ്പം തന്നെ, അവിടെ തന്നെ മഞ്ഞുമ തന്നെ സ്ഥലം ഒരുമിച്ച്. സിനിമ കണ്ടതിന്റെ ഒരു ഹാപ്പിനെസ് എന്താ? സിനിമ ഞങ്ങളുടെ ഓൾറെഡി നടന്ന സംഭവം തന്നെ അവര് കാണിച്ചു തന്നെ. കണ്ണ് നിറഞ്ഞോ? കണ്ണ് നിറഞ്ഞു പോവും. കണ്ടുപിടിക്കല്ലേ? ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങളിവിടെ കണ്ടത്. ശരിക്കും പറഞ്ഞ ഞങ്ങൾ പടം കാണുന്ന പോലെയല്ല കണ്ടത്, ഞങ്ങളുടെ ജീവിതം കാണുന്ന പോലെയാണ് കണ്ടത്. പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം ചിത്രീകരിക്കുന്നതിൽ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാവുന്നത്. ഞാൻ എന്റെ കാര്യം സൗബിനാണ് ചെയ്തത്. കണ്ണ് നിറഞ്ഞിരുന്നത് കണ്ടത്. ജീവിതം കൂടി കാണാണല്ലോ സിനിമയില്. 2006 കാലഘട്ടം, ആ ടൂർ പോക്ക് ഒക്കെ ഓർത്തോ ശരിക്കും? നിങ്ങൾ എന്തിനാണ് ശരിക്കും എന്താ പറയാ, ആരും ഇറങ്ങാതിരുന്നിട്ടും ഇറങ്ങാമെന്നുള്ള നിങ്ങളുടെ ധൈര്യം കൂട്ടുകാരനെ കൊണ്ടുവരണം എന്നുള്ള വിശ്വാസം തന്നെയായിരുന്നു? ഞാനാണ് എന്നുള്ളിൽ വീണത്. പുള്ളിക്കത് ഓർമ്മ ഉണ്ടാവില്ല, പുള്ളി പോയി കിടക്കാണ്. ശരിക്കും നിങ്ങളുടെ ഭക്ഷണം നോക്കി കൊണ്ടുവന്ന നിങ്ങളാണ് എല്ലാ കൂട്ടുകാർക്കും കാണാൻ പറ്റിയ സിനിമയാണ്. ഈ സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ആൾക്കാരാണ്. അതെല്ലാവരും അതുപോലെയൊക്കെ തന്നെയാണ്. അതിന്റെ ആഴം ഒരുപാട് മനസ്സിലാവും ഈ സിനിമ കാണുമ്പോൾ. 13 പേര് സെയിം കുഴിയിലാ പോയണം. വേറെ ഇഷ്ടമാതിരി കുഴികളുണ്ടോടാ. ഈ കുഴിയിലാണ് 13 പേരും പോയേക്കണത്. വേറെ ചെറിയ കുഴിയുമാണ്. അതിലാണ് അതിന്റെ പ്രത്യേകത. അതാണ് സാധനം. ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്ന സംഭവം ചെറിയൊരു കുഴിയാണ്. അതിൽ 13 പേര് കൊണ്ട് ഇതേവരെ ഒരാളെ ഒന്നും കൊടുത്തിട്ടില്ല. 14ാമത്തെ ആളാണ്. അത് ഞങ്ങൾ പൊക്കി. ചരിത്രമാണ്. ഇങ്ങനെ ഉണ്ട്. 2006 ഫുള്ള് ന്യൂസൊക്കെ ചെയ്യാനുള്ള സംഭവം. ഫുള്ള് ന്യൂസായി. പുള്ളിക്ക് തീരതൊക്കെയുള്ള അവാർഡ് കിട്ടിയതാണ്. ചേട്ടൻ തന്നെ ഇറങ്ങിയല്ല, അവര് ഓപ്ഷൻ ആരും ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരാള് ഇറങ്ങി. കുട്ടേട്ടൻ തന്നെ ഇറങ്ങിയല്ല, ഒരാളങ്ങോട്ട് ഇറങ്ങി. എല്ലാരും കൂടെ ഇറങ്ങാൻ പറ്റൂല. ഒരാളിറങ്ങി. സിനിമ തോന്നി? സിനിമ ഒന്നും പറയാല്ല, സൂപ്പർ. ആദ്യം കുറച്ച് ബോറടിയൊക്കെ ഉണ്ട്. പക്ഷെ ടൂർ പോണോട്ട് പടം ഒന്നും പറയാല്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഓർമ്മകൾ ഒന്നോ കരഞ്ഞു പോയി സത്യം പറയാൻ. അത് നിങ്ങൾ കണ്ടു നോക്കും സിനിമ, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അടിപൊളി ക്യാമറ, ഡയറക്ടർ മുറ്റി, പിന്നെ അഭിനയിച്ചിരിക്കണ എല്ലാവരും അടിപൊളി. ഒന്നിനൊന്നും വെച്ചാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഓരോ കഥാപാത്രത്തിന്റെയും ഓരോ പേർക്കും പല പല സ്വഭാവങ്ങളാണ്. അപ്പൊ അതനുസരിച്ചാണ് ഇവര് പല പല ഇതെടുത്തത്. ഞാനിച്ചിരി ശബ്ദം കൂടി സംസാരിക്കണതാണ്. പണ്ടേ എന്റെ വീട്ടിലെ തൊട്ട് ഞാൻ ശബ്ദം കൂടി സംസാരിക്കുന്നത്. കറക്റ്റ് ബാലു ഇത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ചേട്ടൻ